സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി രാവിലെ തന്നെ പ്രഭാവതിയും ദേവികയും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ദേവികയ്ക്ക് സപ്പോർട്ടായിട്ട് സിദ്ധാർത്ഥനും നന്ദനും കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രഭാവതിക്ക് സപ്പോർട്ടായിട്ട് രജനിയും ഗിരീഷും. രാവിലെ തന്നെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അനുയായികളെല്ലാം വീട്ടിൽ തിരക്കി വന്ന് നിൽപ്പുണ്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക്. നമ്മുടെ ദേവികയും സിദ്ധാർത്ഥനെയും ആരവത്തോടെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ ദേവികയാണെങ്കിൽ ഫസ്റ്റ് പടി എന്ന രൂപത്തിൽ സിദ്ധാർത്ഥൻ സാറിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുന്നു. സിദ്ധാർത്ഥൻ സാറും കാലിൽ വീണ ദേവികയെ പിടിച്ചെണീപ്പിച്ചതിന് ശേഷം മോള് വിജയിച്ചു വരും, എനിക്ക് ഉറപ്പാ, നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതൊക്കെ കണ്ടിട്ട് രജനിക്കും പ്രഭാവതിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നന്ദനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ദേവികയെ പിന്തുണച്ചുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന പാർട്ടി പ്രവർത്തകർ പിന്നാലെ ജയ് വിളിച്ച് വരുമ്പോൾ കാറിൽ കയറി ദേവിക പോകുന്നതെല്ലാം നോക്കി രജനിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നു. എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നു, നമ്മളും ഇലക്ഷൻ പ്രചരണത്തിന് തന്നെയല്ലേ പോകുന്നത്, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് പ്രവർത്തകരൊന്നുമില്ലല്ലോ, നമ്മുടെ ഇലക്ഷൻ പ്രചരണവും ഇന്ന് തന്നെയല്ലേ തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നു, പ്രത്യേകിച്ച് ആരും കൂടെ വേണ്ട, ഒരു ഘട്ടം ആകുമ്പം ദേവികയോടൊപ്പം നിൽക്കുന്ന എല്ലാവരും എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. വിജയം കാണാതെ ഈ പ്രഭാവതിക്ക് ഇനി ഒരു മടക്കയാത്രയില്ല, മോള് കണ്ടോ എന്നും പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ ധൈര്യത്തോടെ പോകുന്നത് കണ്ടിട്ട് രജനിക്കും ഗിരീഷിനും പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല. ദേവികയാണെങ്കിൽ വലിയ കാറിലൊക്കെ കയറി പോകുമ്പം പ്രഭാവതി ഒരു ഓട്ടോയിൽ കയറി പത്രമാധ്യമങ്ങളുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. വലിയ പ്രതാപവും കാറും ലക്ഷറി ലൈഫിലൊന്നും ഒരു കാര്യവുമില്ലെന്നും സാധാരണ ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമാണ് തനിക്ക് താല്പര്യമെന്നൊക്കെ പറയുമ്പം ഗിരീഷ് ആകെ ഷോക്കാവുന്നുണ്ട്. രജനിക്ക് സന്തോഷമാകുകയും ചെയ്യുന്നു. കാരണം അമ്മയുടെ ഐഡിയ പൊളിച്ചു എന്നുള്ള രൂപത്തിനാണ് അവർ രണ്ടാളും നിൽക്കുന്നത്. ജനങ്ങളെ എങ്ങനെ തൻ്റെ ഓടൊപ്പം നിർത്താം, ഒരു കാറ് വിളിച്ചു പോകാൻ പ്രഭാവതിക്ക് പറ്റാഞ്ഞിട്ടൊന്നുമല്ല, KDF പാർട്ടി അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. എന്നിരുന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് പ്രഭാവതി പല തന്ത്രങ്ങളും നെയ്യുന്നതിൻ്റെ ഭാഗം തന്നെയാണിത്. ഇപ്പോൾ തന്നെ പ്രഭാവതിക്ക് VDF പാർട്ടിയുടെ ആക്രമണം ഉണ്ടായതും അതുപോലെ ഇപ്പോൾ കാണാതായതിൻ്റെ പേരിനും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദേവികയാണെങ്കിൽ വലിയ പുള്ളിയായിട്ട് നടക്കുമ്പം സാധാരണക്കാരിയായി നടക്കുന്നതിലൂടെ കുറച്ച് ആളുകളുടെ ജനശ്രദ്ധ നേടാൻ പ്രഭാവതി ശ്രമിക്കുന്നു. പ്രഭാവതിയുടെ ഈ എളിമിത്തം വലിയ ന്യൂസ് ആവുന്ന സമയത്താണെങ്കിൽ ത്യാഗരാജൻ അരുന്ധതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്നു മുതലാണ് ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്നത്. ദേവികയും സിദ്ധാർത്ഥൻ സാറും പാർട്ടി പ്രവർത്തകരൊക്കെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി വോട്ട് ചോദിക്കാൻ നടക്കുന്നുണ്ട് എന്നൊക്കെ ത്യാഗരാജൻ പറയുമ്പോൾ അരുന്ധതി പറയുന്നു, ഈ ഇലക്ഷൻ KDF പാർട്ടിയും VDF പാർട്ടിയും തമ്മിലുള്ള വെറും ഒരു മത്സരമല്ല, പ്രഭാവതിയും അരുന്ധതിയും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ വിജയം അരുന്ധതിക്ക് മാത്രമേ ഉണ്ടാകാവൂ. മേഡം പേടിക്കണ്ട, വിജയം ദേവികയ്ക്ക് ഉറപ്പാ. ദേവികയുടെ സംസാര രീതിയും മാത്രമല്ല പാർട്ടിയിൽ പോലും യൂത്ത് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ദേവിക കയറി പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് CP ആണെങ്കിൽ നമ്മുടെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. അതായത് പ്രഭാവതി ഒരു ഓട്ടോറിക്ഷയിലാണ് ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നേ എന്നുള്ളൊരു ന്യൂസ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വാർത്തയാകുന്ന സമയത്ത് അരുന്ധതിക്ക് ആകെ ഷോക്കാകുന്നു. തങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലേ, പ്രഭാവതി കച്ച് കെട്ടി ഇറങ്ങിയിരിക്കുവാണെന്ന് അരുന്ധതിക്ക് മനസ്സിലായി. ഇനി ദേവികയുടെ പ്രചരണം ഇങ്ങനെ ഒഴുപ്പം മട്ടിൽ വിട്ടാൽ പറ്റത്തില്ല. ദേവികയുടെ വിജയത്തിന് വേണ്ടി നമ്മളെ കൊണ്ടാകുന്നതെല്ലാം ചെയ്യണമെന്നും വാണിംഗ് കൊടുക്കുന്നുണ്ട് ത്യാഗരാജന്. KDF പാർട്ടിയെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നാൾ രാമപുരം നിയോജക മണ്ഡലത്തിൽ VDF പാർട്ടിയാണ് വിജയിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇത്തവണ ആര് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് വിജയം ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് VDF പാർട്ടി പ്രവർത്തകർക്ക് ചില സംശയമില്ലാതില്ല. കാരണം പ്രഭാവതിയുടെ ഓരോ തന്ത്രങ്ങളും വർഷങ്ങളായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ ആയതിൻ്റെ പേരിൽ അറിവും ജ്ഞാനവും ഉണ്ടെന്നുള്ള കാര്യം പ്രഭാവതി ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് സംശയമുണ്ട് ദേവിക വിജയിക്കുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ദേവികയുടെ വിജയത്തിന് വേണ്ടി ത്യാഗരാജൻ എന്തായാലും ഇനി പ്രഭാവതിയെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. കാരണം ഒരു തവണ ആക്രമിക്കാൻ വന്നതിൻ്റെ പേരിലും 2 ദിവസം പ്രഭാവതിയെ കാണാതായതിൻ്റെ പേരിലും പാർട്ടിക്ക് തന്നെ എത്രമാത്രം ചീത്തപ്പേരുണ്ടായെന്ന് മനസ്സിലാക്കിയ അയാൾ ഇനി വലുതായിട്ട് പ്രവർത്തിക്കാനൊന്നും പോവില്ല. പക്ഷേ ഋഷിയും അരുന്ധതിയും ദേവികയുടെ വിജയത്തിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടും?
പ്രഭാവതിയുടെ ഇമേജ് ദേവിയേക്കായും ഉയർന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഋഷിയാണെങ്കിൽ ആ അവസാന ആയുധം തന്നെ പ്രയോഗിച്ചേക്കാം. ഋഷി എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ആ നിമിഷം തീരാവുന്നതേ ഉള്ളൂ പ്രഭാവതിയുടെ എല്ലാ അഹങ്കാരവും. അതായത് ഋഷിയെ അപകടപ്പെടുത്തിയതും ലീനയുടെ മരണകാരണവും പുറത്തു വന്നാൽ പ്രഭാവതിക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.